സുന്ദരമായ ഒരു കഞ്ച, വളരെ ഒരു മനോഹരമായ ഒരു പ്ലേസ്മെന്റിന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ വിട്ടുകൊടുത്തില്ല പാച്ചാസ്. അതെ, വീണ്ടും മനോഹരമായി തന്നെ അൻവർ അത് എടുത്തിരിക്കുകയാണ്. അതെ, ഒട്ടും വിട്ടുകൊടുക്കാതെ ഇരു ടീമുകളും മത്സരത്തിന്റെ ചൂടിലേക്ക് കടന്ന് കയറിയിരിക്കുകയാണ്. ഒട്ടും വിട്ടുകൊടുക്കാതെ ഇരു ടീമുകളും പോരാട്ടത്തിന്റെ രോമാഞ്ചകുഞ്ചകമായ മത്സരത്തിന്റെ തീപ്പൊരിച്ച് നിറയ്ക്കുന്ന അതെ ആദ്യ പോയിന്റ് നേടിയെടുത്തിരിക്കുന്നു ടീം Mumbai Chas. One love. ബെസ്റ്റ് ഓഫ് 3 ആദ്യ സെറ്റാണ്. 15 പോയിന്റ്. മറ്റൊരു സർവ് മനോഹരമായി തന്നെ, അതെ, അത് സ്മാഷ് ആയിരുന്നു, പക്ഷെ അത് മനോഹരമായി തന്നെ ആലി അത് കയ്യിലൊതുക്കിയിരിക്കുന്നു. വീണ്ടും മത്സരം പക്ഷേ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ബാവച്ചാസ് 2 ലവ് 2-0. മറ്റൊരു മനോഹരമായ സ്മാഷ്, അതെ, അത്യുഗ്രൻ സ്മാഷ് ആയിരുന്നത്. ഒരു ആദ്യത്തെ പോയിന്റ് ബാവച്ചാസ് നേടിയിരിക്കുന്നു. 1-2. മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കെ 15 പോയിന്റാണ് 3 സെറ്റുകളായി ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ഒരു സ്മാഷിന് വേണ്ടി നമ്മുടെ നെല്ലിക്കട്ട അബ്ദുൽ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ഒരു പോയിന്റ് കൂടി നേടിയെടുത്തിരിക്കുന്നു. 2-2 തുല്യമായ പോയിന്റ്. അതെ, 2-2 ഇപ്പോൾ സ്കോർ എത്തിയിരിക്കുന്നത്. തുല്യതയോടുകൂടി മുന്നേറുകയാണ് ഇരു ടീമുകളും. ഇഞ്ചോടിഞ്ച് ഇതാണ്. പക്ഷേ അത് ചെന്ന് വീണത് കോർട്ടിന്റെ പുറത്താണെന്ന് മാത്രം. മനോഹരമായി അത് ഇബ്രാഹിം സ്മാഷിന് വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷെ സാധിച്ചില്ല. 3-2 ബാവച്ചാസ് ടീം നേടിയെത്തിയിരിക്കുന്നു. 3 പോയിന്റ്. നല്ലൊരു സെർവ്. അതെ, അതിന്റെ റിപ്ലേസ്മെന്റ് വേണ്ടി ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അതെ, മറ്റൊരു മനോഹരമായ പ്ലേസ് നോട്ടിച്ചു, പക്ഷെ അത് അത്യുഗ്രനായി അലി അത് കയ്യിലൊതുക്കിയിരിക്കുന്നു. ഇതാണ് സ്മാഷ്, ഒരു തെറിപ്പിക്കുന്ന സ്മാഷ്. 4-3 ടീം ബാവച്ചാസ് 4, ടീം മുംബൈ ചാസ് 3. 4-4 തുല്യതയോടെ ഇരു ടീമുകളും മുന്നേറുന്നു. ഇരു ടീമുകളും മനോഹരമായ ഒരു സർവ്, ഒരു അതും അതിഗ്രമായി. ഇതാണ് സ്മാഷിന്റെ കിടിലമായ ഒരു ശ്രമം. ആ ശ്രമം ഒരു സ്കോർ കൂടി നേടിയെടുത്തിരിക്കുന്നു ടീം ബാവച്ചാസ്. 6-4 ഒരു നീണ്ട ഒരു അത് ഉഗ്രമായി പ്ലേസ് ചെയ്തിരിക്കുന്നു. ഉഗ്രമായി തന്നെ. എന്താണ് ആ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് ടീം മുംബൈ ചാസ് ആണ്. 5-6 ഒരു പ്ലേസ് ഉഗ്രൻ പ്ലേസ്. യെസ്, നമ്മുടെ 1-ാം നമ്പർ കളിക്കാരൻ അത്യുഗ്രമായി ടീമിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കെ നല്ലൊരു കാഴ്ച വരുന്നതാണ് ഇപ്പോൾ ബാവച്ചാസ് ടീമിന്റെ 1-ാം നമ്പർ കളിക്കാരൻ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, മനോഹരമായ അൻവറിന്റെ സർവ്. അത് നേരെ ചെന്ന് സെൻട്രൽ കുത്തി വീണിരിക്കുകയാണ്. അവിടെ കുഴിയായി ആ ഒരു സർവിന്റെ അടയാളം കാണാം. ഒരു സ്കോർ കൂടി നേടിയിരിക്കുന്നു. നല്ലൊരു സ്മാഷിന് വേണ്ടിയുള്ള ഇബ്രാഹിമിന്റെ ശ്രമം, പക്ഷേ വിജയിച്ചില്ല. അതെ, അത് മനോഹരമായി കൈപ്പിടിയിലൊതുക്കുന്നു ബാവച്ചാസ്. ഒരു ശ്രമം കൂടി ഇബ്രാഹിം നടത്തിയിരിക്കുന്നു. അത് വളരെ മനോഹരമായി ഉയർന്ന് ചാടിക്കൊണ്ട് കുത്തി മലർത്തിയെടുത്ത ഒരു സ്മാഷ്. അതെ, അത് വിജയകരമായി ഒരു പോയിന്റ് നേടിയെടുത്തിരിക്കുകയാണ് മുംബൈ ചാസ്. 6-8 മറ്റൊരു ഉഗ്രൻ സർവോട് കൂടി വീണ്ടും മത്സരം മുറുകിയിരിക്കുന്നു. കോർട്ടിൽ തീപ്പൊരിച്ചിരിക്കുന്ന ഒരു വോളിബോളിന്റെ കാഴ്ച വിരുന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇരു ടീമുകളും പക്ഷേ അത് ഇബ്രാഹിം മനോഹരമായി സ്പ്രേസ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് കൂടി നേടിയെടുത്തിരിക്കുന്നു. 7-8 മത്സരം പോയിന്റ് നില 7-8. ടീം മുംബൈ ചാസ് 7, ടീം ബാവച്ചാസ് 8. ഒരു സർവ് അലിയുടെ വക. അത് വളരെ മനോഹരമായ ഒരു പോയിന്റോട് കൂടി കലാശിച്ചിരിക്കുന്നു. ടീം മുംബൈ ചാസ് 8, ടീം ബാവച്ചാസ് 8. ഇഞ്ചോടിഞ്ച് മത്സരഫലം
പുരോഗമിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോയിന്റുകൾ തുല്യതയോടെ മനോഹരമായി സ്മാഷ് ചെയ്തിരിക്കുന്നു. അത് പക്ഷേ കൃത്യമായി അത് അലിയുടെ കലങ്ങടയിൽ സേഫായി എത്തിയിരിക്കുന്നു. മറ്റൊരു സ്മാഷ് വേണ്ടിയുള്ള അതിജന്റെ ശ്രമം, അതെ അത് ഒട്ടും യെസ്, നല്ല മനോഹരമായി തന്നെ ടീമുകളും പക്ഷേ ഒരു ശ്രമം കൂടി ഉയർന്ന് ചാടി ശ്രമിച്ചെങ്കിലും പക്ഷേ ആ സ്മാഷ് പുറത്ത് ചെന്ന് പഠിച്ചത് കോർട്ടിന് പുറത്താണ്. 9-8 ബാവച്ചാസ് 9, ടീം മുംബൈ ചാസ് 8. അങ്ങനെ പറഞ്ഞ മറ്റൊരു പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള അച്ചാങ്ങിയുടെ ശ്രമം, അവിടെ ഇരു ടീമുകളും പ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടിയുള്ള പോയിന്റ് നേടിയ മറ്റൊരു ശ്രമം സ്മാഷിന് വേണ്ടി. വീണ്ടും അധികം പക്ഷേ അത് ചെന്ന് പതിച്ചത് കോർട്ടിന് പുറത്ത് ഔട്ടായിരിക്കുകയാണ്. 1 പോയിന്റ് കൂടി നേടിയിരിക്കുന്നു. ടീം മുംബൈ ചാസ് 9-9 ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതാണ് നിങ്ങൾ കാണേണ്ട സെമി, ഇതാണ് നിങ്ങൾ കാണേണ്ട മത്സരം. രോമാഞ്ചം, മറ്റൊരു അത്യുഗ്രൻ പോയിന്റ്. 1 പോയിന്റ് കൂടി 10ലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ഉഗ്രൻ സ്മാഷോട് കൂടി ടീം ബൈ ചാസ് 10, ടീം മുംബൈ ചാസ് 9. അൻവറിന്റെ മറ്റൊരു നീണ്ട ഒരു ആകാശത്തോടു കൂടി തുളഞ്ഞു കയറി ചെന്ന ഒരു സർവ്. ഇതാ സ്മാഷിന് വേണ്ടിയുള്ള മറ്റൊരു, പക്ഷേ അത് വിഫലമായിരിക്കുന്നു. അങ്ങനെ ആ പോയിന്റ് നേടിയെടുത്തിരിക്കുന്നത് ടീം മുംബൈ ചാസ് ആണ്. ഇപ്പോൾ 10-10 സ്കോർ ചെന്നെത്തിയിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ അടയാളപ്പെടുത്തുന്ന അടയാളത്തിങ്ങളിലേക്കാണ്. മറ്റൊരു 10ാം നമ്പർ താരം, 1ാം നമ്പർ താരം ഉയർന്നു ചാടി ഒരു ഉഗ്രൻ സ്മാഷ് അടിച്ചതോടുകൂടി 1 പോയിന്റ് കൂടി മുംബൈ ചാസ് നേടിയിരിക്കുന്നു. ഇപ്പോൾ 11ലാണ് അവരുടെ സ്കോർ. പക്ഷേ മുംബൈ ചാസ് തൊട്ട് പിന്നിൽ 10 പോയിന്റ് നേടിക്കൊണ്ട്. യെസ്, അതെന്തൊരു സർവാണ്! അത് എത്ര മനോഹരമായാണ് സർവ് അവിടെ കളിക്കാരന്റെ നെഞ്ചത്ത് ചെന്ന് പതിച്ചത്. അതെ, 1 പോയിന്റ് കൂടി അവർ നേടിയെത്തിയിരിക്കുന്നു. മുംബൈ ചാസ് KM ഫാമിലിയിലെ കളിക്കാർ ഒത്തൊരുമിക്കുന്ന 2 ടീമുകളുടെ തീപ്പൊരിച്ചെതിരിക്കുന്ന മത്സരമാണ്. വീണ്ടും അൻവറിന്റെ ഒരു സ്കോർ നീണ്ടു ചെന്നത് ആ കോർട്ടിൽ ചെന്ന് പതിച്ചിരിക്കുന്നു. പക്ഷെ അത് ഇബ്രാഹിം വീണ്ടും സ്മാഷ് കൊണ്ട്, പക്ഷേ അത് പുറത്താണ് ചെന്ന് പതിച്ചത്. സോറി, മറ്റൊരു മനോഹരമായ ഒരു പ്ലേസിംഗ് ഇബ്രാഹിം മുംബൈ ചാസ് അനുകൂലമായാണ്. 1 പോയിന്റ് കൂടി അവർ നേടിയെടുത്തിരിക്കുന്നു. 11-12 തൊട്ടു പിന്നാലെ ബാവ ചാസ് ടീമിന് തൊട്ടു പിന്നാലെ അതേ ഒരു പ്ലേസ്മെന്റിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഔട്ടിലേക്ക് പതിച്ചത് 12 ഈച്ച്. അതെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. കനത്ത മത്സരം, കടുത്ത മത്സരം. തുടർച്ചയായി പോയിന്റുകൾ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് മത്സരത്തിലൂടെ നേടിയെടുത്തിരിക്കുന്നു. ആ നെറ്റുകൾ പൊട്ടിച്ചെറിയുന്ന രീതിയിലുള്ള സ്മാഷ്. അതെ, 1 പോയിന്റ് കൂടി, 1 പോയിന്റ് മുന്നിലെത്തിയിരിക്കുന്നു. 1 പോയിന്റ് മുമ്പിൽ 13ലേക്ക് എത്തിയിരിക്കുന്നു ബാച്ചാസ്. അതെ, തൊട്ടു പിന്നാലെ 12ലാണ് മുംബൈ ചാസ് ഉള്ളത്. മത്സരം കനക്കുന്നു, മത്സരം കടുക്കുന്നു. പൊടിമണ്ണുകൾ പാറുന്നു അന്തരീക്ഷത്തിൽ. ആ ഒരു മനോഹരമായ സർവിന് അതാ പ്ലേസ്മെന്റിനുള്ള ശ്രമം, പക്ഷെ അത് വിട്ടുകൊടുത്തില്ല. ആ സ്ലോ പ്ലേസിന് വേണ്ടി ശ്രമിക്കുന്നു. അതാ അച്ചാങ്ങി ഒരു ലിഫ്റ്റ് ഇട്ട് കൊടുത്തു, പക്ഷേ വിട്ടുകൊടുത്തില്ല. അത് മറ്റൊരു സ്മാഷ്. അതേ പോയിന്റ് നേടും, 6 നേടും എന്നതിനെ കുറിച്ച് 1 പോയിന്റ് കൂടി നേടിയിരിക്കുന്നു ബാച്ചാസ്. അതെ, വീണ്ടും സ്കോർ എത്തിയിരിക്കുന്നു. 14 ഇഞ്ച് പോരാടിക്കൊണ്ട് മത്സരിക്കുന്നു. ഒരു സ്മാഷ്, പോരാടി ആദ്യ സെമിയിലെ KM ഫാമിലിയുടെ ഈ വോളിബോൾ മത്സരത്തിന്റെ ആദ്യ സെമിയിൽ മത്സരം ബാച്ചാസിന്റെ കയ്യിൽ നിന്ന്, ഈ സെറ്റ് ബാച്ചാസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നേടിയെടുക്കുന്നത് മുംബൈ ചാസ് ടീമാണ്. വീണ്ടും ഒരു സെറ്റ് കൂടിയുണ്ട്. ആ സെറ്റിൽ 2 സെറ്റും കരസ്ഥമാക്കിയ ഇരു ടീമുകളിൽ നിന്നും മത്സര ചൂടോടുകൂടി 3ാമത്തെ സെറ്റ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം അവിടെ നടക്കും. അത് നിങ്ങൾക്ക് മുമ്പിൽ സംഭവിക്കുമോ? നമുക്ക് കത്തിരുന്ന് കാണാം. അടുത്ത സെറ്റിന്റെ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. അൻവർ വീണ്ടും നീണ്ടു ചെന്ന് ബാക്കിലേക്ക് കളിക്കാരന്റെ നെഞ്ചത്തെങ്കിലും പക്ഷെ വിട്ടുകൊടുത്തില്ല. അതെ,
ആദ്യ പോയിന്റ് രണ്ടാം സെറ്റിലെ ആദ്യ പോയിന്റ് നേടിയെടുത്തിരിക്കുന്നു മുംബൈ ചാസ് ടീം. അലിയുടെ മനോഹരമായ സർവ്, ഒരു സ്മാഷിന് വേണ്ടി ശ്രമം, പക്ഷേ അത് ഔട്ടിൽ ചെന്ന് പതിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്. വീണ്ടും സ്മാഷ്, പക്ഷെ അത് അച്ചാനി, നമ്മുടെ പിടിലൻ പ്ലെയർ നാസ്കിന്റെ തിപ്പൊരി പ്ലെയറായ അച്ചാനിയുടെ ഒരു മനോഹരമായ ബ്ലോക്ക്. ഒട്ടും ആർക്കും സംശയത്തിന് വിട്ട നൽകാത്ത ഒരു ഇതിലും മറ്റൊരു ശ്രമം കൂടി ഒട്ടും വിട്ടുകൊടുക്കാതെ ഇരു ടീമുകളുടെയും ഇഞ്ചോടിഞ്ച് മത്സരം അത് ചെന്ന് പതിച്ചിരിക്കുന്നതായിട്ട്. അങ്ങനെ 4 പോയിന്റ്, 4-0. 4 ലവ്. അലിയുടെ മറ്റൊരു മനോഹരമായ സർവ്, ഒരു പ്ലേസിന് വേണ്ടിയുള്ള ശ്രമം, അത് വിജയിച്ചില്ല. അത് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇരു ടീമുകളും. ഒട്ടും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വോളിബോൾ മത്സരത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ. അത് ഇബ്രാഹിമാണ്. നിങ്ങൾക്കറിയാം ഇബ്രാഹിമിന്റെ സ്മാഷിനെ കുറിച്ച്. 7ാം നമ്പർ ജേഴ്സി എറിഞ്ഞുകൊണ്ട് എസ് ഇബ്രാഹിം ഉയർന്നു ചാടി പന്തടിച്ച് എതിർ ടീമിന്റെ കോർട്ടിലേക്ക് ആഞ്ഞു തറപ്പിച്ച അവിടെ ഉയർന്നു ചാടി താഴെ എത്തുമ്പോഴേക്കും ഒരു പരിക്ക് അദ്ദേഹത്തെ പിടികൂടി. രേസിയിട്ടുകൊണ്ടാണ് നമ്മുടെ മുംബൈ ചാസിന്റെ പ്രിയപ്പെട്ട കളിക്കാരൻ, തീപ്പൊരി കളിക്കാരൻ ഇബ്രാഹിം കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സ്കോർ എത്തിയിരിക്കുന്നു 5-5. ഒരു അധ്യുഗ്രൻ അലിയുടെ സർവ്, മറ്റൊരു പോയിന്റിന് വേണ്ടിയുള്ള ശ്രമം, ഉയർന്ന് ചാടി വീണ്ടും അടിച്ചിരിക്കുന്നത്, ചെന്ന് പതിച്ചിരിക്കുന്നത് കോർട്ടിന് പുറത്താണ്. ആദ്യ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ടീം ബാവച്ചാസ്. അൻവർ സർവ് ചെയ്യുന്നു. അൻവറിന്റെ സർവ് പല പോയിന്റുകളും നേടിക്കൊടുത്തിട്ടുണ്ട് ബാവച്ചാസിന്. ഒരു സ്മാഷിന് വേണ്ടിയുള്ള ശ്രമം പതിച്ചാട്ടുക, വളരെ മനോഹരം. അദ്ദേഹത്തിന്റെ പ്രായം നിങ്ങൾക്കറിയാമോ? ആ പ്രായം പോലും വകവെക്കാതെ ചെറുപ്പത്തിന്റെ ഉശിരോടുകൂടി നമ്മുടെ നെല്ലിക്കട്ടയുടെ അബ്ദുള്ള ഒരു പോയിന്റ് കൂടി നേടിയെടുത്തിരിക്കുന്നു മുംബൈ ചാസിന് വേണ്ടി. ഇപ്പോൾ സ്കോർ എത്തിയിരിക്കുന്നു 6-1. മനോഹരമായ മറ്റൊരു ശ്രമം. 4 ടച്ച്. ഒരു സ്കോർ ഒന്നുകൂടി 2ലേക്ക് എത്തിയിരിക്കുന്നു. ബാവച്ചാസ് 2-6 സ്കോർ 2-6. അൻവറിന്റെ മറ്റൊരു സർവിന് വേണ്ടിയുള്ള ശ്രമം 2-6. വീണ്ടും പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള ഇബ്രാഹിമിന്റെ ശ്രമം. എന്താണത്? പുറത്താണോ അകത്താണോ? അതാണ് ഇവിടെ സംശയത്തോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനോഹരമായ സ്മാഷോട് കൂടി ആ പോയിന്റ് കരസ്ഥമാക്കിയിരുന്നു ബാവച്ചാസ്. അൻവറിന്റെ പൊട്ടിമുട്ടുന്ന 2 ജേഴ്സിയിൽ നിന്നുള്ള സർവ്. അത് വീണ്ടും ഉയർന്നു ചാട്ടി ഇടിച്ചു, പക്ഷേ അത് പോയിന്റ് ആക്കാൻ വീണ്ടും ഒരു ശ്രമം. അത് വിട്ടുകൊടുത്തില്ല ബാവച്ചാസിന്റെ കളിക്കാർ. മറ്റൊരു പോയിന്റ് നമ്മുടെ ബാവച്ചാസ് ടീമിന്റെ കളിക്കാരൻ പ്ലേസ് ചെയ്തു. അത് ഒരു പോയിന്റായി മാറിയിരിക്കുന്നു. സ്കോർ എത്തിയിരിക്കുന്നു 4-6. പിന്നാലെ ടൈം ഔട്ട് വിളിച്ചിരിക്കുകയാണ് മുംബൈ. യെസ്, 4-6 പിന്നാലെയുണ്ട് ബാച്ചാസ്. ഒരു പോയിന്റ് നിങ്ങൾ നേടിയെടുത്തത് കണ്ടോ? ഒരു സ്മാഷിന് ബ്ലോക്ക് നേടിയെടുത്തിട്ടുകൊണ്ട് ആ പോയിന്റ് നേടിയിരിക്കുന്നു ബാച്ചാസ്. ഒരു പോയിന്റ് കൂടി. 5 ഉയർന്നു ചാടി, നിരന്തരം ഉയർന്നു ചാടിക്കൊണ്ടുള്ള പരിക്ക് പറ്റിയിട്ട് പോലും നമ്മുടെ എസ് ഇബ്രാഹിം തൊട്ടടുത്താണ് വീട്. വീട്ടുകാർ ഈ കളി കാണുന്നുണ്ടെങ്കിൽ ആ കളിയുടെ മിടുക്കും മുഷിരും ഒക്കെ കണ്ട് രോമാഞ്ചക്കുണ്ടെങ്കിൽ
മറ്റൊരു സർവിലൂടെ അലിയുടെ സർവാണത്. അലിയുടെ സർവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുഴിഞ്ഞു ചെന്നുകൊണ്ട് എതിർ ടീമിന്റെ മുഖത്ത് ചെന്ന് താഴ്ന്നു പതിക്കുന്ന. ഇപ്പോൾ സ്കോർ എത്തിയിരിക്കുന്നു 8-5 8-5 8-6 6-8 ഇപ്പോൾ പന്തിരിക്കുന്നത് ബൗച്ചാസിന്റെ ഭാഗത്താണ്. അൻവറാണ് സർവ് ചെയ്യുന്നതിന് വേണ്ടിയിരിക്കുന്നു. ഉയർന്നു പൊന്തിയുള്ള എതിർ ടീമിന്റെ കോർട്ടിൽ ചെന്ന് പതിക്കുന്ന ആ സർവ്. അതെ, വീണ്ടും ഇഞ്ചോടിഞ്ച് മത്സരം. ഒരു പ്ലേസിന് വേണ്ടിയുള്ള ശ്രമം. അതെ ഇബ്രാഹിം ഉയർന്ന് ചാടി സ്മാഷിന് വേണ്ടി ശ്രമിച്ചു. അത് മറ്റൊരു ശ്രമം. അതാ ഇഞ്ചോടിഞ്ച് ഒട്ടും വിട്ടുകൊടുക്കാതെ ഇരു ടീമിലെയും കളിക്കാർ മറ്റൊരു പ്ലേസ്മെന്റ് വിട്ടുകൊടുത്തില്ല. കോർട്ടിൽ തന്നെയാണ് ഒരു പോയിന്റ് വീണ്ടും കരസ്ഥമാക്കിയിരിക്കുന്നത്. ബാച്ചാസ് ടീമാണ്. 7 അവരുടെ പോയിന്റ്. എതിർ ടീമിൻ്റെതാകട്ടെ 8. ഒരു പോയിന്റ്. എത്ര? ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ്. അതെ, പിന്നാലെയുണ്ട്, വിട്ടുകൊടുക്കില്ല. ഇത് അവരുടെ രണ്ടാമത്തെ സെറ്റാണ്. ആദ്യ സെറ്റ് മുംബൈച്ചാസ് ടീം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ബാച്ചാസ് പക്ഷേ സ്മാഷിന് വേണ്ടിയുള്ള ശ്രമം വിജയിച്ചില്ല. ഈ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു മുംബൈച്ചാസ് ടീം. 9 9-7 പരിക്ക് പറ്റിയിട്ടുള്ള നമ്മുടെ തീപ്പൊരി കളി. അദ്ദേഹം കളിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരിക്ക് പറ്റിയ കാലോടുകൂടി കോർട്ടിൽ വീണ്ടും അദ്ദേഹം എത്തിയിരിക്കുന്നു. അതെ, പോയിന്റ് എത്തിയിരിക്കുന്നു 9-7. രണ്ടാമത്തെ സെറ്റാണ്. ഈ സെറ്റ് കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി അലി ഒരു മനോഹരമായ സർവോടുകൂടി ആരംഭിച്ചിരിക്കുന്നു. അതെ, ഒട്ടും വിട്ടുകടക്കാതെയുള്ള അത് മനോഹരം എന്ന് പറയുന്നതാണ്. അബ്ദുല്ല, നമ്മുടെ നെല്ലിക്കട്ടയുടെ പ്രിയപ്പെട്ട അബ്ദുല്ല, മുംബൈച്ചാസ് ടീമിന്റെ പ്രിയപ്പെട്ട അബ്ദുല്ല, അദ്ദേഹം ഉയർന്നു ചാടി അടിച്ച് കയറ്റിയ ആ ഒരു സ്മാഷ് കണ്ടില്ലേ? അതിന്റെ മനോഹരത കണ്ടില്ലേ? അത് ഒരു പോയിന്റായി മാറിയിരിക്കുന്നു. മറ്റൊരു സ്മാഷ് കൂടി. അത് തീപ്പൊരി ചിതറിയോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകാം. അതെ, അതുപോലുള്ള ഒരു സ്മാഷാണ് നിങ്ങൾ കണ്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 8-10 8-10 സ്കോർ നില. 8-10 സ്കോർ നില. ഈ സെറ്റ് ആര് കരസ്ഥമാക്കും? അഥവാ ബാച്ചാസ് ടീം കരസ്ഥമാക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കത് ഫൈനലിലേക്കുള്ള പ്രവേശമാണ്. അതെ, അൻവറിന്റെ മറ്റൊരു സർവ്. ഇതാ മറ്റൊരു സ്മാഷിന് വേണ്ടിയുള്ള ഈ പ്രായത്തിലും നമ്മുടെ അബ്ദുല്ലയുടെ ശ്രമം. പക്ഷേ വിട്ടുകൊടുത്തില്ല. വീണ്ടും പക്ഷേ അതാ നമ്മുടെ ഇബ്രാഹിമിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. കളിക്കാൻ സാധിക്കുന്നില്ല. വളരെ വേദനയോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. സാധിക്കില്ല എന്ന് വേദനിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അടുത്ത സെമിക്കുള്ള ടീമുകൾ തയ്യാറായി നിൽക്കുക. കുഞ്ഞാലി ഹാജി, അബ്ബാസ് ഹാജി ടീമുകൾ അടുത്ത സെമി മത്സരത്തിനായി തയ്യാറെടുക്കുക. അതെ, അലി സർവ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു. ഒരു കളിക്കാരൻ പുതിയതായി, അതെ ഷെഫീഖ്, ഒരു പ്ലേസിന് വേണ്ടിയുള്ള ശ്രമം. അതെ, ഒരു പോയിന്റ് കൂടി ബൗച്ചാസ് ടീം നേടിയെടുത്തിരിക്കുന്നു. സ്കോർ 9-11. അൻവറിന്റെ മറ്റൊരു സർവ് കൊണ്ട് പോയിന്റ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം. പൊട്ടിമുന്നിൽ പുരണ്ട ആ ഒരു ജെസ്സിയോട് കൂടിയുള്ള അതെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. അബ്ദുല്ല ഉയർന്നു ചാട്ടിയുള്ള സ്മാഷ് വേണ്ടി ടീമുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുന്നില്ല. നെറ്റിലാണ് കൊണ്ടത് എന്ന് പറയുന്നു. ആർക്കാണ് പോയിന്റ് എന്ന് മനസ്സിലാകുന്നില്ല. 10. അതെ, ബൗച്ചാസിനാണ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത്. 10-11 പിന്നാലെയുണ്ടവർ. അതെ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടു. ആ പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. 12-10. അതെ, മുംബൈച്ചാസ് ടീമിന് നമ്മുടെ അലിയുടെ മനോഹരമായ മറ്റൊരു സർവ്, മറ്റൊരു ശ്രമം, മറ്റൊരു പോയിന്റിന് വേണ്ടിയുള്ള
അത് വിട്ടുകൊടുക്കാതെ ഒരിഞ്ച് വിട്ടുകൊടുക്കാതെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പോയിന്റ് നേടിയെടുക്കുന്നു. ഇതാണ് അവർ ഒട്ടും വിട്ടുകൊടുക്കാതെ കളിച്ചു കൊണ്ടിരിക്കെ സ്മാഷിന് വേണ്ടിയാണെന്ന് കരുതി ഉയർന്നു ചാടുമ്പോൾ അവിടെ പ്ലേസ് ചെയ്യുക, പോയിന്റ് നേടിയെടുക്കുക. അത് മനോഹരമാണ്. 11-12 ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ലഭിക്കാൻ ബാവച്ചാസ് ടീമിന്റെ 1-ാം നമ്പർ കളിക്കാരന്റെ മറ്റൊരു ടൈമൗട്ട്, 2-ാം ടൈമൗട്ട്. വീണ്ടും അൻവറിന്റെ മറ്റൊരു സർവ്. അതെ, പക്ഷേ അത് വിജയകരമായി പൂർത്തീകരിക്കുന്ന അബ്ദുല്ല മനോഹരമായി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം വീണ്ടും നമ്മുടെ കോർട്ടിൽ ഇറങ്ങിയിരിക്കുന്നു. അലിയുടെ സർവ്. മറ്റൊരു ബാവച്ചാസിന് വേണ്ടി പോയിന്റ് 13 പോയിന്റ് തുല്യതയോടുകൂടി മുന്നേറുകയാണ്. ഇരു ടീമുകളും തുല്യമായി മുന്നേറുകയാണ്, വിട്ടുകൊടുക്കാതെ മുന്നേറുകയാണ്. 15 പോയിന്റുകളുള്ള സെറ്റാണിത്. അത് ഔട്ട്ബോർഡ്. 14-13 ഒരു സ്മാഷിന് വേണ്ടിയുള്ള ശ്രമം അത് നഷ്ടപ്പെടുത്തി.